Hi friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സദ്യ ഐറ്റമാണ് Madhura Curry. ഇത് പൈനാപ്പിളും മുന്തിരിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല മധുരമുള്ള ഒരു കറിയാണ് ട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് പൈനാപ്പിൾ അരിഞ്ഞത് 1.25 കപ്പ്. പൈനാപ്പിൾ അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. ആദ്യമേ ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റണേണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം കുറവായ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ചേർത്തേക്കണം. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയുള്ളി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരയ്ക്കാം. ഇത് അരച്ചതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വറുത്തിടാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ അരപ്പും ഒന്ന് വേകണം. അല്ലാതെ അരപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇതിപ്പോൾ ഒരു കട്ട പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. നല്ല ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു തൊടുകറിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. മുന്തിരി ഇട്ടതിന് ശേഷം ചൂടാക്കാൻ പാടില്ല. ചില മുന്തിരി എല്ലാം പൊട്ടിപ്പോവും. നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മധുരക്കറി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു തൊടുകറിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 പേർക്ക് വിളമ്പാനുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.